കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. കണ്ടില്ലാത്തോണ്ട് വെട്ടത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇനിയിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊക്കെ എപ്പോഴും കാണുമെന്ന് അറിയത്തില്ല. അപ്പം വീഡിയോസ് ഒക്കെ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് താമസങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് അപർണയും അജാസും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടിന്റെ അടുത്ത് എത്തിയപ്പം അപർണ പറഞ്ഞു, അജാസിക്ക ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ചോദിക്കുക. അതെന്താ? അവിടെ കിഷോർ നോക്കി നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി എന്താന്ന്. ഓ, എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ? പേടിക്കൊന്നും വേണ്ട. എന്റെ കാറ് കണ്ടാൽ തന്നെ കിഷോറിന് മനസ്സിലാവും. എന്റെ കാറ് കണ്ടാൽ തന്നെ കിഷോറിന് പേടിയാവുമെന്ന് പറയാം. അപർണയെ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാന്ന് പറയാം. ഈ സമയത്ത് അജാസിന് മനസ്സിലായി അപർണയുടെ ഉള്ളിലെ ഉദ്ദേശം എന്താന്ന്. ശരി, ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അജാസ് ഇറങ്ങണം. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വന്നു. ഈ സമയം കിഷോർ അത് കണ്ടു. കിഷോർ പതുക്കെ അവിടെ പമ്മി നിന്നു. അങ്ങനെ ഇറങ്ങി നിന്നപ്പം അജാസിനെ നോക്കി അപർണയെ പറഞ്ഞു, കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട്, പമ്മി നിന്ന് നോക്കുന്നുണ്ടെന്ന് പറയാം. എനിക്കത് മനസ്സിലായി. പിന്നീട് അവർ ഓരോന്നൊക്കെ ചുമ്മാ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇതിന്റെ ഇടയ്ക്ക് അപർണയ്ക്ക് എന്ത് ചെയ്യണം? പതുക്കെ അജാസിന്റെ ദേഹത്തൊക്കെ ഒന്ന് തോളത്തൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട്. സംസാരിച്ച് ഇങ്ങനെ തോളത്ത് തട്ടി സംസാരിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുവാണ്. പിന്നീട് ഇവർ നോക്കി നല്ല നോട്ടം നോക്കുന്നുണ്ടെന്ന് പറയണം. ഇത് മതി, ഇത് തന്നെ പണി കൊടുക്കാൻ പറ്റിയൊരു അവസരം, നല്ലൊരു പണി തന്നെ ഞാൻ കൊടുത്തോണ്ടിരിക്കണമെന്ന് പറയണം. പിന്നീട് അജാസിന്റെ ഷർട്ടിന്റെ ഒരു ബട്ടൺ വിട്ട് കിടക്കുമായിരുന്നു. നേരെ അപർണ ഞാൻ ബട്ടൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബട്ടൺ എന്താണല്ലോ ഊരിക്കിടന്ന് നന്നായി, ഭാഗ്യമുണ്ട് എൻ്റെ കൂടെ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സൂക്ഷ്മതയോടുകൂടി കിഷോർ ഇങ്ങനെ അവരെന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കിഷോറിന് എന്താ പറയണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. കാര്യമായിട്ട് ഇവരെന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് പോലും എൻ്റെ ഭഗവാനെ, വന്നു നിന്നിട്ട് ഭയങ്കര സല്ലാപത്തിലാണല്ലോ. പിന്നീട് അജാസിക്കോട് പറഞ്ഞു, ആ ചെവി കൊണ്ടുവന്നേന്ന് പറയണേ. എന്താ കാര്യം പറയാ? അങ്ങനെ ചെവി കൊണ്ടു കഴിഞ്ഞും പറഞ്ഞു, അതെ, നമ്മൾ എന്തെങ്കിലും രഹസ്യം പറയുന്നതെന്ന് വിചാരിച്ചോട്ടെ, പുറത്ത് കേൾക്കാൻ പെടരുത്. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് ഐഡിയ. അതെ, എങ്കില് രഹസ്യം പറഞ്ഞു തരുന്നെങ്കിൽ എനിക്ക് പോകാറായെന്ന് ചോദിക്കാം. ഇക്ക പൊക്കോ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതെന്താ? അത് ഞാൻ പോകുന്നോളം വരെ ഇവിടെ നിൽക്കണം കേട്ടോ എന്നാണ്. അതൊക്കെ ഞാൻ ഏറ്റു. എന്നെയാണോ അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. ശരിയെന്നും പറഞ്ഞിട്ട് അവരുടെ ഇങ്ങോട്ട് നീക്കഴിഞ്ഞപ്പോ, അതെ അവർണിക ഓക്കെ ബൈ എന്ന് പറയണ. ആ ശരി ശരി ഓക്കെ ബൈ ടാറ്റയെ കൊടുത്തിട്ട് അവരുടെയും കൂടെ കയറി പോകണം. അവരുടെ ഇങ്ങ് കയറിയതിന് ശേഷമാണ് അജാസിക്ക കാറ് കൊടുത്തണം കൂടെ പോകുന്നത്. അപ്പൊ കിഷോറിന് അവിടെ വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി. കിഷോറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു ടെൻഷൻ. പെട്ടെന്ന് അപർണ എന്ത് ചെയ്യോ, അങ്ങോട്ട് കയറി ചെന്നിട്ട് കിഷോറിനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. കിഷോർ ആകെപ്പെടെ പ്ലിങ്ങിപ്പോയി, ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ അപർണ മുറിയിലേക്ക് എന്നിപ്പോ കിഷോർ ആ പുറകെ ചെന്നു. അല്ല, നീ ഇത് എങ്ങോട്ട് പോയതായിരുന്നു? നീ ഇന്ന് ഓഫീസിൽ പോയില്ലേന്ന് ചോദിക്കുക. അപർണ ഒന്നും മിണ്ടിയില്ല. അല്ല, നീ എന്താ കാർ എടുക്കാത്തെന്ന് ചോദിക്കുക. കാറോ? അല്ല, നമ്മുടെ കാർ എടുത്തോണ്ട് പോകാമല്ലായിരുന്നു. നമ്മുടെ കാറോ? അല്ല, അത് പിന്നെ എന്റെ കാറ്. അങ്ങനെ പറ. പിന്നെ ഓഫീസിൽ പോകത്തന്നെ എനിക്ക് പല കാരണങ്ങളും കാണും. അതിനിപ്പം കിഷോർ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കാറില്ലല്ലോ കിഷോർ ഓഫീസിൽ പോയോ, എന്ത് ചെയ്താ, എങ്ങനെയാന്നൊക്കെ ഞാൻ അന്വേഷിക്കാറില്ലോ. പിന്നെ അതുകൊണ്ട് എന്റെ കാര്യത്തിലും കൂടുതൽ ഇടപെടണ്ടെന്ന് പറയാം. അങ്ങനെയല്ലല്ലോ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ആണോ? ഭാര്യ ഭർത്താക്കന്മാരാണോ? ഓ അങ്ങനെയല്ലേ, ആ ചിന്തയൊക്കെ ഉണ്ടല്ലേ. പക്ഷെ എനിക്ക് ആ ചിന്തയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ നിന്നെ ഭർത്താവായിട്ട് കാണുന്ന പോലില്ല. കാരണം ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്ത എന്നെ, ഇത്രയൊക്കെ ചതിയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ ഇനിയും ഭർത്താവായിട്ട് കാണണല്ലേ? ഇത്ര വഞ്ചിച്ചതിന് ശേഷം അത് എനിക്കെന്നല്ല ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനി കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരും, ഇഷ്ടമുള്ളപ്പോ പോവും. ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല. അങ്ങനെയല്ലേ നീ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ അക്ഷരം പ്രതി അനുസരിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. കിഷോർ ആകെപ്പാടെ തേഞ്ഞൊട്ടിപ്പോയി. എന്തേലും മറുപടി പറയാൻ പറ്റുമോ? മുമ്പേ താൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി കിഷോറിന്. മുമ്പേ അവനോട് പറഞ്ഞ എന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരരുത്, എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ ചെയ്തോളാന്നൊക്കെ. പക്ഷെ ഗീതുവിന്റെ കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് പിന്നീട് അവനെ പറഞ്ഞു, ഗീതുവായിട്ട് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഡ്രാമ കളിച്ചവനാ നീ, പിന്നെയാണ് എന്നെ ഭരിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് കൂടെ എന്നോടൊന്നും പറയാൻ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയും കൂടെ പോവാണ്. അവരുടെയും മനസ്സിൽ പറഞ്ഞു, നീ ഉരുക. കാരണം എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവണം. നീ എന്റെ മുന്നിൽ കിടന്ന നാടകം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചു. ആ വേദന അറിയണമെങ്കിൽ നിനക്ക് ഇതുപോലെ തന്നെ തിരിച്ചൊരു പണി കിട്ടണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ മനസ്സുരുകുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിനക്ക് മാത്രം എല്ലാം ചെയ്യാല്ലേ, എനിക്കൊന്നും പറ്റത്തില്ലല്ലേ? നിന്റെയൊക്കെ വിചാരം എന്താ? ഭർത്താവാന്ന് പറഞ്ഞ് ഭർത്താവിനൊരു നീതി, ഭാര്യയ്ക്കൊരു നീതി, അങ്ങനെയൊന്നുമില്ല. രണ്ടു പേർക്കും ഒരേ നീതി തന്നെയാ. സ്വന്തം ദേഹത്ത് തൊട്ട് കുത്തുമ്പോഴാ വേദന എടുക്കണമെന്ന് ഇപ്പം മനസ്സിലായല്ലേ കിഷോറെ നിനക്ക് എന്നൊക്കെ അവർണിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കണം. കിഷോർ ആകെപ്പാട് ഉരുകി ഒലിച്ചങ്ങോട്ട് പുറത്തേക്ക് ദേഷ്യപ്പെട്ട് ഇറങ്ങാൻ തുടങ്ങും. അവർണിക, അതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്.
ആ കഥ ഒന്ന് ചാരിയിട്ട് പോണം, എനിക്കൊരു കോള് വിളിക്കാനുണ്ട് എന്ന് പറയണം. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, ആ അതെ അജാസിക്ക എത്തിയ വീട്ടില്, ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു വരുന്നു കേട്ടോ എന്ന് നമ്മൾ സംസാരിക്കണം. ഇത് കണ്ടത് കിഷോറിന് ദേഷ്യമായി. കിഷോർ പെട്ടെന്ന് കഥ അങ്ങ് വലിച്ചടിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാണ്. ഇത് കണ്ടത് പറഞ്ഞ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യണം. ഇന്ന് ഇത് മതി, ഇനി ബാക്കി വരുന്ന ദിവസങ്ങളിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അങ്ങനെ അവരുടെ മനസ്സ് കരുതുക. ഈ സമയത്ത് ഗോവിന്ദും ഗീതും കൂടെ കാറെ പോവായിരുന്നു. അപ്പൊ ഗോവിന്ദ് അല്ലെ എങ്ങോട്ട് പോകാനാ പ്ലാന്? എങ്ങോട്ട് വേണം പോവാന്ന് പറയാം. പക്ഷെ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതെന്താ അതെന്താ നിനക്ക് സങ്കടം വരുന്നത്? ഞാൻ ചില സമയത്ത് അജാസിക്കനെ കുറിച്ചൊക്കെ ഓർക്കും. പാവ അജാസിക്ക ഉമ്മയില്ലാത്തതിന്റെ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉമ്മയുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടും, കരയൂന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു, ശരിയാ എനിക്കും അങ്ങനെ ചിലപ്പോൾ വിഷമം വരുന്നുണ്ട്. അതെന്റെ അച്ഛനെ ഓർത്തിട്ടാ, എന്റെ അച്ഛനെ ഓർത്ത് എന്റെ കണ്ണ് നിറയൂന്ന് പറയാണ്. പെട്ടെന്ന് ഗീത ഒന്ന് എറിഞ്ഞു നോക്കി. ഗീത പറഞ്ഞു, അല്ല അച്ഛനെ ഓർത്ത് സങ്കടം വരാറുള്ളോ? പെറ്റമ്മയെ ഓർത്ത് സങ്കടം വരാറില്ല എന്ന് ചോദിക്കുക. ഒരു നിമിഷം ഗോവിന്ദ് വണ്ടി പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ചെയ്തു. എന്ത് പറ്റി എന്ന് ചോദിക്കണം. ഗോവിന്ദേട്ടാന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഗീതു, ഈ സംസാരം നമുക്ക് ഇവിടെ കൂടെ അവസാനിപ്പിച്ചേക്കാം. അതെന്താ, ഞാൻ പറഞ്ഞു പോയത് തെറ്റാണോ? അല്ല അമ്മയുടെ പേരെന്താ? എന്നോട് ഇതിലോട്ട് പേര് പോലും പറഞ്ഞിട്ടില്ല. ആ പേരറിയാത്ത അമ്മേനെ കുറിച്ച് ഓർത്ത് ഗോവിന്ദേട്ടൻ വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഗോവിന്ദ് പറഞ്ഞു, വേണ്ട, ഈ ചാപ്റ്ററോട് നമുക്ക് മുന്നോട്ട് പോകണ്ട. എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉള്ള സ്വസ്ഥതയും സമാധാനം എന്തിനാ കളയണേ? ഈ സമയം ഗീതും പറഞ്ഞു, എനിക്കറിയാം ഒരു പക്ഷെ അമ്മേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലെ മഞ്ഞുരുകുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒന്നും പറയാതിരിക്കുന്നത്. കൊള്ളാം കൊച്ചു കള്ളൻ. അതെ എനിക്കിന്ന് കുറെ സമയമുണ്ട്, നിനക്ക് എവിടെ വേണേലും പോകാം. എവിടെ വേണമെന്ന് പോകാൻ പറഞ്ഞാൽ മതി. മാളിൽ പോണോ, മൂവി കാണണോ, അതിന് വല്ല റെസ്റ്റോറൻറ്റിൽ പോകണം, എന്ത് വേണം പറ. ഓഹോ അപ്പൊ അങ്ങനെയല്ലേ, എന്റെ മനസ്സിൽ ഇങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരുടെ മനസ്സ് ഒരേ പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണല്ലേ എന്ന് ചോദിക്കാം. ഗോവിന്ദ് ചോദിച്ചു, അതെയോ? അതേന്ന് പറയണം. എന്നാ ശരി, എങ്ങോട്ട് വേണം പറഞ്ഞു. അല്ല ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകുന്ന ചോദിക്കണം. കൊണ്ടുപോകും. സത്യം എന്ന് പറയണം. അങ്ങനെ സത്യം ഇട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, നേരെ വണ്ടി ചെമ്പകശ്ശേരിയിലേക്ക് വിടാൻ പറയണം. ചെമ്പകശ്ശേരിയിലേക്ക്? അതെന്താ? അല്ല അവിടെ രഞ്ജു ഉണ്ടല്ലോ, രഞ്ജുവിനെ ഒന്ന് പോയി കാണാന്ന് പറയണം. ഇത് കേട്ടോ ഗോവിന്ദ് ആകപ്പാടെ വല്ലാത്ത ടെൻഷൻ. അതൊന്നും പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം. അതെന്താ ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞു? ഇപ്പൊ ഗോവിന്ദൻ എനിക്ക് സത്യം ചെയ്തു തന്ന കാര്യമില്ലേ? സത്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊന്നും ഞാൻ പോകത്തില്ല, ഞാൻ മൂവി കാണുന്ന കാര്യം അങ്ങനെയൊക്കെയാ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് സത്യം ചെയ്തു തന്നിട്ട് സത്യം മാറ്റി പറയരുത്, അത് ആണുങ്ങൾക്ക് ചേരുന്ന പടിയല്ല എന്ന് പറയണം. ഗോവിന്ദ് ആകപ്പാടെ പെട്ടു. ഗോവിന്ദ് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അങ്ങോട്ട് മാത്രം എന്നെ വിളിക്കില്ലെന്ന് പറയണം. ഗീത പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ ശരി, ഓക്കെ സമ്മതിച്ചു. പക്ഷെ കാര്യമുണ്ട്, രഞ്ജുവിനെ അവിടെ കൊണ്ടുപോയി നട തള്ളുന്ന പോലെ തള്ളിയിട്ട് ഇതുവരെയായിട്ടും ഗോവിന്ദനൊന്ന് കാണാൻ പോയെന്ന് ചോദിക്കുക. രഞ്ജുവിന് മനസ്സിൽ ആഗ്രഹമില്ലെന്ന് ചോദിക്കുക. അത് പിന്നെ അത് മാത്രമല്ല, രഞ്ജു എന്നെ ഒരു മെഡിസിന് വാങ്ങിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ മെഡിസിൻ കൊടുക്കണം. എന്തോ തലവേദനയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതിനുള്ള മെഡിസിനാന്ന് പറയണേ. ഇത് കേട്ടോ ഗോവിന്ദനൊരു ഞെട്ടുണ്ടായി. അവൾക്ക് തലവേദനയോ മെഡിസിനോ? അല്ല വേണ്ടെങ്കിൽ വേണ്ട, ഇന്ന് കഴിക്കാനുള്ള മെഡിസിനാന്ന് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പോയേക്കാം. ഈ സമയത്ത് ഗോവിന്ദ് മനസ്സിൽ പറഞ്ഞു, എനിക്ക് രഞ്ജുവിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഗീത അപ്പൊ പറയാം, തലവേദനയ്ക്കുള്ള ഒരു മെഡിസിൻ നേരത്തെ ബാഗിനകത്ത് മെഡിസിൻ നന്നായി, ഗോവിന്ദ് എന്നെ പറ്റിക്കാൻ പറ്റിയില്ലോന്ന്. ഈ സമയം ഗോവിന്ദ് മനസ്സിൽ പറഞ്ഞു, എടി പൊട്ടി, എനിക്ക് മനസ്സിലായി നിന്റെ കള്ളത്തരമൊക്കെ, ഇത് രഞ്ജുവിന് മെഡിസിൻ കൊടുക്കാൻ ഉള്ളതൊന്നും അല്ലെന്ന് മനസ്സിലായി. പക്ഷേങ്കിൽ എനിക്ക് രഞ്ജുവിനെ ഒന്ന് കാണാലോ, അതുകൊണ്ടാണ് ഞാനിതിന് ഒപ്പം നിൽക്കുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ടോം ആൻഡ് ജെറി ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും നേരെ ചെമ്പകശ്ശേരിയിലേക്ക് ചെല്ലുവാണ്. ചെമ്പകശ്ശേരി കാർ നിർത്തി കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, അല്ല കണ്ണൻ ഇറങ്ങി വരുന്നില്ലേ എനിക്ക്? ഞാൻ വരുന്നില്ല എന്ന്. അതെന്താ വരുന്നില്ലാത്ത? ഞാൻ ഇവിടെ ഇരുന്നാളോ? ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ ഇരുന്നോ, ഞാൻ നിർബന്ധിക്കാൻ പോകുന്നെന്ന് പറയാം. പക്ഷേങ്കില് ഗോവിന്ദന് ആഗ്രഹം ഉണ്ടായിരുന്നു രഞ്ജുവിനെ കാണുന്നത്. അതെ നീ ചെന്നിട്ട് രഞ്ജുവിനെ ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടെന്ന് പറയാം. ശരി എന്നും പറഞ്ഞാൽ ഗീത അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എങ്ങനെയാലും കണ്ണനെ കുറച്ച് സമയം ഇവിടെ നിന്ന് പിടിച്ചു നിർത്തണം. ആ ആഗ്രഹത്തോടു കൂടി ഗീത കയറി ചെല്ലുമ്പോൾ വിചാരിപ്പ് പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട്, ആഹാ കൊള്ളാലോ മോളോന്ന് ചോദിക്കടോ. അതെന്താ വിശ്വാസം വന്നില്ലേന്ന് ചോദിക്കുക. അല്ല എന്താ അവന് ഗോവിന്ദനും വന്നിട്ടുണ്ടെങ്കിൽ ഇതേ വന്നിട്ടുണ്ട്, വണ്ടി ഇരിപ്പുണ്ട്. അതെ അന്ന് ഞാനൊന്ന് വിളിക്കട്ടേന്ന് ചോദിക്കണം. ആ ബെസ്റ്റ്, ഇപ്പൊ വിളിച്ചിട്ടുണ്ട ഇപ്പൊ ഓടി കയറി വരുമെന്ന് പറയണേ. അതും അമ്മ വിളിച്ച കയറി വരുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കണം. പിന്നെ ഞാനിപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തേലും ചെയ്യാം, വാ നമുക്കൊരു വഴി ഉണ്ടാക്കാം. അങ്ങനെ അകത്തേക്ക് ഇരുന്നിട്ട് അതെ ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് ഗോവിന്ദനെ കാണണമെന്ന്. കാണണം, എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാ പോയി വിളിക്കും. ഞാൻ വിളിച്ചാൽ വരില്ല എന്നറിയല്ലോ, നല്ല ബെസ്റ്റ് ആളാ വരുന്നത്, ഞാൻ വിളിച്ചിട്ടുണ്ടേ വരുന്നേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തേലും ഒരു മാർഗം കാണിച്ച് ഇവിടെ കയറ്റിയല്ലേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗോവിന്ദനെ വിളിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഞാൻ പല തന്ത്രങ്ങളും പയറ്റും. അതിന് എന്നോടൊപ്പം കൂട്ടു നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം. അതിനെന്താ, എല്ലാത്തിനും കൂട്ടു നിൽക്കാം. പിന്നെ അഭിനയിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാ. അമ്മ ഇച്ചിരി നന്നായിട്ട് അഭിനയിക്കാൻ പഠിക്കണമെന്ന് പറയാം. അഭിനയിക്കാൻ പഠിക്കണോ? അത് പിന്നെ ഈ ന്യൂജന്റെ ഒപ്പം അമ്മയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയണം. അമ്മ പണ്ടത്തെ ഈ ഒരുമാതിരി ഓൾഡ് ആൾക്കാർ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുന്നത്. ഇത് കേട്ടാൽ വിജയലക്ഷ്മി അങ്ങനെ പറയരുത്, നീ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ പറയുന്നത്. പിന്നെ ഒരു ഗോൾഡ് വന്നിരിക്കുന്നു. അതെ, അന്ന് ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ചെന്ന് പറയാം, എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. ഈ സമയത്ത് രഞ്ജുവിന് തലവേദന, രഞ്ജു കിടക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല രഞ്ജു എന്തിയെന്ന് ചോദിക്കോ? അവളെന്ത്, ഞാനും ഇപ്പൊ പുറത്ത് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അത് അവള് കുളിക്കാൻ അങ്ങോട്ട് കയറിയതാന്ന് പറയാം. ഓക്കെ, ആ സമ്മതിച്ചു. ഇനിയിപ്പോൾ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുമോ? ഓക്കെ, ഞാൻ പറയാം. അങ്ങനെയാണ് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം. അങ്ങനെ നേരെ ഗോവിന്ദൻ്റെ അരിയിലേക്ക് ചെല്ലുക. ചെന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി രഞ്ജു, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. എന്നിട്ട് രഞ്ജുവിന് എന്തോ തലവേദനയാ, കിടക്കുവാന്ന് പറയും. തലവേദനയോ? അതെ, ഒരു കാര്യം ചെയ്യാം, ഇവിടം വരെ വന്നിട്ട് രഞ്ജുവിനെ കാണാതെ എങ്ങനെ ഞാനിന്ന് വരുന്ന കണ്ടേട്ടാ, ഞാനിന്ന് കയറി കണ്ടിട്ട് വരാം. ഗോവിന്ദൻ്റെ വരുന്നുണ്ടോയെന്ന് ചോദിക്കുക. ഗോവിന്ദൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങോട്ട് വാ ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കണം. വന്നൊന്ന് കണ്ടിട്ട് പോ, അല്ല രഞ്ജു എന്തു വിചാരിക്കും, ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കാണാതെ പോയെന്ന് വിചാരിക്കില്ലേ? സ്വന്തം ആങ്ങളെന്ന് പറഞ്ഞാലേ നടക്കണേ, ഇങ്ങോട്ട് വരാൻ പറയുന്നതാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടങ്ങ് ചെല്ലുമ്പോൾ വിജയലക്ഷ്മി മനസ്സിൽ കരുതി, ഇവിടെ കൊള്ളാം, അമ്പിടി കേമി, നീ എത്ര പെട്ടെന്ന് അവനെ മസ്തായിക്കൊണ്ട് കയറി വരുന്നേ, ഇവിടെ ആള് പൊളിയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ അകത്തേക്ക് ഉണ്ടെന്ന് കഴിഞ്ഞപ്പം ഗീതു എന്ത് ചെയ്യണം? ഗീതു പറഞ്ഞു, അതെ ഞാനിപ്പോൾ വരാട്ടോ, ഞാൻ ഇന്ന് പോയി കണ്ടിട്ട് വരട്ടെ രഞ്ജുനെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോ. ഈ സമയം ഗോവിന്ദ അത് പിന്നെ ഗീതു നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗീതു മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കയറിപ്പോവാ. വിജയലക്ഷ്മിയും ഗോവിന്ദും തന്നെയായി. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, ഇവിടെ ഇരിക്കാന്ന് പറയണം. ഞാൻ ഇരിക്കാനൊന്നും വന്നല്ലെന്ന് പറയണം. അതെ, രഞ്ജു അകത്താ, രഞ്ജുവിനെ കാണാനാ ഗീതു പോയെന്ന് പറയാം. പിന്നീട് രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം ഗീതു അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താ രണ്ടുപേരും മിണ്ടാത്തെ? രണ്ടുപേരും അടി തുടങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ, രണ്ടുപേരും അടിയൊന്നും ഉണ്ടാക്കുന്നില്ല. അതിനുള്ള സമയം ആയില്ലേ പോലും. അങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് പതുങ്ങി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഗോവിന്ദ, രഞ്ജുവിനെ കാണാൻ വേണ്ടി മാത്രമായിട്ടാ ഞാൻ വന്നേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു പറയാ. അതെനിക്ക് മനസ്സിലായി. അല്ല രഞ്ജുവിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ, അവൾക്ക് എന്തോ ഒരു തലവേദനയാന്ന് പറഞ്ഞു. അതെ, ഒരു കാര്യം ഞാൻ പറയാം, അവൾക്ക് എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണമെന്ന് പറയാം. ഇത് കേട്ടാൽ വിജയലക്ഷ്മി ചോദിച്ചു, അല്ല ഞാൻ വിളിച്ചാൽ നീ കോൾ എടുക്കുമെന്ന് ചോദിക്കണം. ഗോവിന്ദ് പെട്ടു. ഗോവിന്ദൻ എന്ത് മറുപടി പറയണമെന്ന് നടത്തില്ല. പെട്ടെന്ന് എന്താ മറുപടി പറയണേ? നീ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു, അതിന് കോൾ എടുത്തോളാം, പക്ഷെ രഞ്ജു ഒന്ന് ടൈപ്പ് ചെയ്തിടണമെന്ന് പറയാം. ശരി ശരി, ടൈപ്പ് ചെയ്തൊക്കെ ഇട്ടോളാം, പക്ഷേങ്കിൽ എനിക്ക് എന്തേലും സംഭവിച്ചാലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. ഗോവിന്ദ് ആലോചിച്ച് എന്ത് മറുപടി പറയണം. അല്ല അത് പിന്നെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അതിന് നിങ്ങൾക്കിപ്പോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. എൻ്റെ അസുഖം എന്താന്നൊക്കെ ഞാൻ ഗീതുവിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാന്ന് പറയണം. ഈ സമയം ഇതെല്ലാം കേട്ടോണ്ട് ഗീതുവിന് സന്തോഷമായി. ഗീതു ഇങ്ങനെ വിജയലക്ഷ്മിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞതേ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്കൊന്ന് വരാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി. വിജയലക്ഷ്മി ഗീതുവിനെ നോക്കുകയാണ്. വിജയലക്ഷ്മി ഇവിടെ ചെല്ലെന്ന് പറഞ്ഞ് ഗീതു ആംഗ്യം കാണിക്കുകയാണ്. ഗോവിന്ദൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ. വിജയലക്ഷ്മി സന്തോഷത്തോടു കൂടി ഗോവിന്ദന്റെ കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.